ഈ ബൈപ്പാസ് വരുന്നതോടെ അത് ഒഴിവാകുകയാണ്. നഗരത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും നമുക്കൊരു ശ്വാസമുട്ടലിൽ നിന്ന് മാറ്റാൻ സാധിക്കുമെങ്കിൽ അതാണ് ഈ ബൈപ്പാസ് കൊണ്ട് നമ്മൾ നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ ടൗണിലെ പ്രധാന മിനി ബൈപ്പാസ് റോഡ് ഉത്സവാന്തരീക്ഷത്തിൽ നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു. ടൗൺ ഹാൾ കക്കൂത്ത് റോഡ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിൽ നജീബ് കാന്തപുരം MLA റോഡ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. പെരിന്തൽമണ്ണ ടൗണിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരമാവുന്ന പ്രധാന മിനി ബൈപ്പാസ് റോഡാണ് നവീകരിച്ച് നാടിന് സമർപ്പിച്ചത്. ടൗൺ ഹാൾ കക്കൂത്ത് റോഡ് ഗതാഗത യോഗ്യമാക്കി തുറന്നുകൊടുത്തതോടെ നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യത്തിനാണ് പരിഹാരമാവുന്നത്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള റോഡ് മാസങ്ങളായി തകർന്ന നിലയിലായിരുന്നു. ഇതിലൂടെയുള്ള യാത്ര ദുഷ്കരമായതോടെ MLA നേരിട്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമാണ് ഇന്നിവിടെ പൂവണിയിരിക്കുന്നത്. 3, 5, 7 വാർഡുകൾ തുടങ്ങി 6ാം വാർഡ് തുടങ്ങി എല്ലാ വാർഡുകളും ബന്ധപ്പെടുത്തി വളരെ മനോഹരമായ ഒരു റോഡ് അത് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ 2 കോടി രൂപ അനുവദിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ടൗൺ ഹാൾ മുതൽ നമ്പ്യാർപടി വരെയുള്ള റോഡിന് 2 കോടി അനുവദിച്ച MLAക്ക് ആദ്യം നന്ദി പറയുന്നു. ഇത് കുറെ കാലമായിട്ട് ഈ റോഡ് പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുകയായിരുന്നു. പൈപ്പിന്റെ പണി കഴിഞ്ഞതിന് ശേഷം പൈപ്പിന്റെ വർക്ക് കഴിയാൻ വൈകിയതോടുകൂടി ഒരുപാട് ജനങ്ങൾക്ക് ഇതിന് സഞ്ചരിക്കാനും ഇതിനുമൊക്കെ ബുദ്ധിമുട്ട് കിടക്കുക. എന്തായാലും പറഞ്ഞ സമയത്തിനുള്ളിൽ കോൺട്രാക്ട് ഇത് പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. ജനങ്ങളും നല്ല സഹകരണം ഉണ്ടായിരുന്നു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നാട്ടുകാർ ആഘോഷമാക്കി മാറ്റി. ഉത്സവാന്തരീക്ഷത്തിൽ നജീബ് കാന്തപുരം MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് നാടിനു സമർപ്പിച്ചു. ഈ ഒരു ബൈപ്പാസിനെ നമുക്കൊരു നല്ല ബൈപ്പാസ് ആക്കി മാറ്റണം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഈ മയൂരി ജംഗ്ഷനിൽ നിന്നുള്ള ട്രാഫിക് ജാമാണ് നമ്മൾ ഈ പ്രദേശത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുന്നത്. ഈ ബൈപ്പാസ് വരുന്നതോടെ അത് ഒഴിവാകുകയാണ്. നഗരത്തിന്റെ ഒരു ഭാഗമെങ്കിലും നമുക്കൊരു ശ്വാസമുട്ടലിൽ നിന്ന് മാറ്റാൻ സാധിക്കുമെങ്കിൽ അതാണ് ഈ ബൈപ്പാസ് കൊണ്ട് നമ്മൾ നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരസഭാ ചെയർമാൻ P. ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ K. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, കൗൺസിലർമാരായ ഹുസൈന നാസർ, MM സക്കീർ ഹുസൈൻ, സലിം താമരത്ത്, പച്ചേരി ഫാറൂഖ്, ജിതേഷ്, സജ്ന ഷൈജൽ, കൃഷ്ണപ്രിയ, ഹുസൈൻ റിയാസ്, രാഷ്ട്രീയ സാമൂഹിക മേഖലകളെ പ്രതിനിധീകരിച്ച് V. ബാബുരാജ്, നാലകത്ത് ഷൗക്കത്ത്, അസീസ് കൊളക്കാടൻ, ബഷീർ പടിഞ്ഞാറേതിൽ, MB ഫസൽ മുഹമ്മദ്, ആരഞ്ഞിക്കൽ ആനന്ദൻ, KP ഫാറൂഖ്, തെക്കത്ത് ഉസ്മാൻ, പച്ചേരി നാസർ, ഡോക്ടർ അബൂബക്കർ തയ്യിൽ, VC അബ്ദുൽ റഹ്മാൻ, പട്ടാണി ഹംസു, MK ഷൗക്കത്ത്, താമരത്ത് ഹംസു, ഷരീഫ് കക്കൂത്ത്, ഉനൈസ് കക്കൂത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ബൈപ്പാസ് റോഡ്, പെരിന്തൽമണ്ണ.